ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അസ്സലാമു റുബീബ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാപ്പി ഓണം ഗായ്സ്. ഇന്ന് എന്താ പറയാ വന്നിക്കണ്, ഇന്ന് ഓണൊക്കെ അല്ലേ. അപ്പോൾ ഞങ്ങൾക്കിന്ന് അക്ഷയേട്ടൻ്റെ വീട്ടിൽ നിന്ന് നിർമ്മല ചേച്ചി ഞങ്ങൾക്ക് ഓണസദ്യയൊക്കെ തന്നിരുന്നു കേട്ടോ. രാവിലെ 7 മണിയാകുമ്പോഴാട്ടോ തന്നിക്കണ്. അപ്പം തന്നെ അവിടെ ഒരു സദ്യയൊക്കെ ഒത്തിട്ടുണ്ട് ഗായ്സ്. അവള് രാവിലെ തന്നെ 7 മണിക്കായി കൊടുന്നപ്പോൾ അവിടെ ഇത് തിന്നാൻ തുടത്തിയായി. ഞാൻ കണ്ടില്ല കേട്ടോ, അമ്മ പറഞ്ഞാണ്. പിന്നെ ഉച്ചയായപ്പോൾ ഇപ്പാൻ്റെ കൂട്ടുകാരനുണ്ട് ദിലീപ് ഏട്ടൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് സദ്യ കഴിക്കാൻ വേണ്ടി വിളിച്ചു. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. എന്നെ അങ്ങനെ കൊണ്ടുപോകാൻ ഞാൻ പോയില്ല. അപ്പോൾ പോകാൻ പറ്റിയ നല്ല സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയില്ല. അപ്പോൾ ഉമ്മയല്ല ഇപ്പിയും മീനും കൂടി പോയി. അതാണ് അവർ കുറേ സദ്യ കൊടുക്കുന്നു. കുറേ സദ്യ എന്നല്ല, കുറേ എന്തായാലുള്ള ഇങ്ങനെ എന്താ പറയുക, സദ്യക്കുള്ള എല്ലാം കൊടുക്കുന്ന കുറച്ച് പേരൊന്നറിയില്ല. എനിക്ക് സദ്യ കഴിക്കാനറിയാം, പക്ഷെ പേരൊന്നും എനിക്കറിയില്ല. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. 2 കൂട്ടം പായസമൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഇഷ്ടമായി. താങ്ക് യു ദിലീപ് ഏട്ടാ, ഒരുപാട് സന്തോഷമായി. അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടിത്തരാം കേട്ടോ. പിന്നെ എല്ലാവരും ഓണസദ്യ കഴിച്ചോ? അങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഓണം? ആ, അക്ഷയേട്ടനും അനൂപിനും നിർമ്മല ചേച്ചിക്കും താങ്ക് യു കേട്ടോ. അയ്യോ വിജേട്ടനും താങ്ക് യു. നല്ല ഇഷ്ടമായി, അടിപൊളി സദ്യയായിരുന്നു. അവര് ഒരിക്കലും മറക്കാതെ ഞങ്ങൾക്ക് ഒന്നും കൊണ്ടു തരാറുണ്ട് കേട്ടോ. ഇനി ഞങ്ങളും കൊടുക്കാറുണ്ട്. ഞങ്ങൾ പെരുന്നാളൊക്കെ ആകുമ്പോൾ ഒരിക്കൽ അവർക്ക് ഉമ്മ എല്ലാം ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. നല്ല രസമാണ്. അപ്പം ഒരു പാട്ടായാലോ? പാടിത്തരാം. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാളച്ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാളച്ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ, മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാളച്ചുണ്ടിൽ മലരോണ പാട്ട്. പൂവേ പുലിപ്പൂവേ പുലിപ്പൂവേ പൂവേ പൂവേ പുലിപ്പൂവേ പൂവേ പൂവേ പുലിപ്പൂവേ പുലിപ്പൂവേ പൂവേ പൂവേ പുലിപ്പൂവേ പൂവേ. കടക്കണ്ണിൻ മഷി മിന്നും മുറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിൻ്റെ കുളിരും സമ്മാനം. പൂക്കൂട നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത് പുന്നാരക്കാട്ടിൻ്റെ സഞ്ചാരം. ഇലയിട്ടു വിളമ്പുന്ന രുചികൾ വിടരും നിറവയറൂണിൻ്റെ സന്തോഷം. പൂക്കോടി കസവിട്ട് ഊഞ്ഞാലിലാടുമ്പോ നിറവീണമുണരുന്നു സംഗീതം സംഗീതം. പൂവേ പുലിപ്പൂവേ പുലിപ്പൂവേ പൂവേ പൂവേ പുലിപ്പൂവേ പൂവേ. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാളച്ചുണ്ടിൽ മലരോണ പാട്ട്. കഴിഞ്ഞു ഗൈസ്, ഇത്രയോ. എനിക്ക് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ അവിടെ ഒന്ന് കഴിക്കും ഗൈസ്. എന്തായിട്ടറിഞ്ഞു സദ്യ കിട്ടൂലല്ലോ, എന്താ പറയാനാ. ഓണം എന്താ വെച്ചാൽ എല്ലാ ദിവസവും ഓരോ
ഇതാണെങ്കിൽ നല്ല രസമായില്ലേ എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ കഴിക്കാലോ. അങ്ങനെ ഓരോരുത്തർ കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ പണ്ടാരാൻ കഴിക്കണ്ട മീനു പറയണേ അവൾക്ക് ഓണം കഴിഞ്ഞതിൻ്റെ സങ്കടം എന്താ വെച്ചാൽ കിട്ടൂലല്ലോ. പിന്നെ എന്താ പറയുക ഇവനെ കാണില്ലല്ലോ. അവിടെ ഇല്ലേ ദിലീപേട്ടനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പാൻ്റെ കൂടെ പോയി. ദിലീപേട്ടന് 2 കുട്ടികളാണ്. അപ്പോൾ ആ കുട്ടികളെ കാണാൻ വേണ്ടി പോയിക്കാം. അപ്പോൾ അവൾക്ക് കുട്ടിപ്രാന്തുള്ള കുട്ടിയാണ് എന്ത് പറയാനാ. അപ്പോൾ പിന്നെന്തല്ല എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ വർഷതാത്താൻ്റെ കുട്ടി ഇന്നലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞേ ഞങ്ങൾ എന്താ ചായ കുടിക്കാനൊക്കെ കടയിൽ പോയി കണ്ടു അങ്ങനെ പറഞ്ഞിട്ടോ. അപ്പോൾ ഓള് പറഞ്ഞിരുന്നു അവൾക്ക് നമ്മുടെ കൂടെ യൂട്യൂബിൽ വീഡിയോ എടുക്കണമെന്നുണ്ട്. പക്ഷെ താത്താൻ്റെ കൂടെ കൊപ്പത്താണ് എടുത്ത വയസ്സ്. ഓള് ഞാൻ ഒരു ദിവസം വരുമ്പോൾ ഞങ്ങൾ എന്തായാലും വീഡിയോ എടുക്കട്ടെ അവളുടെ കൂടെ. അവള് മുന്നോട്ട് പറയാൻ നല്ല ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. എന്താ പറയുക എന്നിട്ട് എന്നോട് പറയാറ് സെലിബ്രിറ്റി താത്ത യൂട്യൂബിൽ വീഡിയോ എടുക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടേ എന്തൊക്കെയോ പറയാറുണ്ട്. നല്ല രസമാണ്. അവള് നിലക്ക് പാട്ടൊക്കെ പാടി തന്നത് ഒരു മരത്തിൻ്റെ പാട്ട് കേട്ടോ. മരത്തിൻ്റെ പാട്ടും പിന്നെ അസ്നത്തെ 2 കുട്ടികളാണ് ഹമ്മിമോളും ഹനിയക്കുട്ടി. എനിക്ക് അവരുടെ അടുത്ത് കുട്ടിക്ക് എന്താ വെച്ചാൽ മീന് ഒരു സങ്കടം കേട്ടോ. എന്താ വെച്ചാലേ മീനിനും ഇവയ്ക്കുമല്ലേ ഗൈസ് ആ കുട്ടി അവരുടെ അടുത്ത് അങ്ങനെ മെയിൻ്റ് ആക്കൂല. ഇന്നെ മെയിൻ്റ് ആക്കുക കുട്ടി നല്ല രസമാണ്. എന്നിട്ടിങ്ങനെ എന്നെ കണ്ട അതിങ്ങനെ നോക്കൂട്ടോ. പിന്നെ കുറേ നേരം എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഉണ്ടാങ്ങാൻ നോക്കിയിട്ട് എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു വന്നിട്ട് ഇങ്ങനെ ഞാൻ ചോദിച്ചാൽ വീഡിയോ കോൾ വിളിച്ചപ്പോൾ എന്തൊക്കെയായിരുന്നു പറയുന്നത് നല്ല സന്തോഷം ഗൈസ്. അപ്പോൾ എന്താ പറയുക നല്ലത് വന്നു ഒരു ചെറിയ സങ്കടമുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് ഓണത്തിനൊന്നും പോകാൻ പറ്റാ. എന്നെ ആരും വിളിക്കണില്ല വയസ്സ് എന്ന് വെച്ചാൽ ഇവർക്കൊക്കെ പോകാൻ പറ്റുന്ന എനിക്ക് പോകാൻ പറ്റാത്തത് നല്ല സങ്കടമുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഇവരിനൊക്കെ ഓണത്തിന് വിളിച്ച് എല്ലാവരുടെയും വിളിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റണില്ല. എന്നെ ആരും വിളിക്കണമില്ല. അപ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എനിക്കെന്താ സങ്കടമായിട്ട് ഒരു കാക്കിൻ്റെ ഒരു ജോക്കർ കാക്ക് ഉണ്ട് കേട്ടോ. അതിനോട് പറഞ്ഞ് ജോക്കർ കാക്ക് പറഞ്ഞ് നീ എന്തിനാ അങ്ങനെ സങ്കടപ്പെടുന്നു. ഞാൻ എനിക്കൊരു ഓണക്കോടി എടുക്കാനും എനിക്കൊരു പൈസ അയച്ചട്ടെ പറഞ്ഞിട്ട് എനിക്ക് ഓണക്കോടി എടുക്കാനുള്ള പൈസ അയച്ചു തന്നോട്ടെ. എനിക്ക് നല്ല സന്തോഷമായി. എന്ത് ഓണക്കോടി എടുക്കാൻ പൈസ എന്താ വെച്ചാൽ ഞാൻ പറയാണ്ട് ഇങ്ങോട്ട് പറയാ ചെയ്ത് നീ ഓണക്കോടി എടുത്തോ വെച്ച്. ഞാൻ പറഞ്ഞു എനിക്ക് ഓണക്കോടി എടുക്കാൻ പറ്റില്ല അതൊക്കെ വെച്ച്. അപ്പോൾ ഒക്കെ ചെയ്യുക അങ്ങനെയൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു കൊടുക്കുക. ബൈ.